നമസ്കാരം, ഞാൻ ഡോക്ടർ ഫാരിഷ്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടൻറ്റ് ലാപ്രോസ്കോപ്പി സർജൻ. ഇന്ന് നമുക്കൊരു ടോപ്പിക് ഡിസ്കഷൻ വന്നിരിക്കുന്നത് മെയിൻലി നമ്മുടെ തൈറോയിഡ് സർജറി. തൈറോയിഡ് സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് മിക്കപ്പോഴും വരാറുണ്ട്. കാരണം ഒന്ന് തൈറോയിഡിനകത്ത് മുഴകൾ വരിക, അല്ലെങ്കിൽ തൈറോയിഡ് ക്യാൻസറായിട്ട് വരിക, അല്ലെങ്കിൽ തൈറോയിഡ് നമ്മൾ സാധാരണ പറയും ഗോയിറ്റർ പോലെ വീങ്ങി വരുന്നൊരു അവസ്ഥയിൽ നമ്മൾ തൈറോയിഡ് സർജറി ചെയ്യാറുണ്ട്. അപ്പോൾ തൈറോയിഡ് സർജറി കൺവെൻഷനലി ചെയ്യുന്ന രീതികൾ എപ്പോഴും കഴുത്തിലൊരു മുറിവുണ്ടാക്കി നേരെ പോയി തൈറോയിഡ് എടുത്ത് മാറ്റുക. അപ്പോൾ കഴുത്തിലെ മുറിവ് എപ്പോഴും പേഷ്യൻസിനെല്ലാം ഒരു വിഷമമാണ്. സാധാരണ പറയാറുണ്ട്, പണ്ടൊക്കെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ പറയും തൈറോയിഡ് സർജറി കഴിഞ്ഞാൽ ഒരു നെക്ലസ്, ഫീമെയിൽസ് ആയിരിക്കും കൂടുതലും തൈറോയിഡ് സർജറി ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഒരു നെക്ലസും കൂടെ കിട്ടും. അതർവൈസ് ആ സ്കാറ് കാണും കഴുത്തിൽ, ആ സ്കാർ ഒഴിവാക്കാനായിട്ടൊരു പുതിയ നെക്ലസ് വാങ്ങി കൊടുക്കാൻ പറയും. ആ ഒരു അവസ്ഥ ഇപ്പോൾ നമ്മൾ മാറി. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പം ലാപ്രോസ്കോപ്പിയും റോബോട്ടിക് സർജറിയും ഒക്കെ ചെയ്യുന്ന നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഇറയിൽ നമുക്ക് തൈറോയിഡ് കഴുത്തിൽ സ്കാർ ഇല്ലാണ്ട്, കഴുത്തിലൊരു മുറിവ് ഇല്ലാണ്ട്, എവിഡൻ്റ് ആയിട്ടുള്ള ഒരു മുറിവും നമുക്കിപ്പോൾ ഡ്രസ്സ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിലോ അല്ലെങ്കിൽ ചെസ്റ്റിലോ മുറിവൊന്നും ഇല്ലാണ്ട് നമുക്ക് തൈറോയിഡ് മുഴകൾ ഉൾപ്പെടെ തൈറോയിഡിനെ മാറ്റാൻ കഴിയുന്ന ഒരു സർജറിയാണ് എൻഡോസ്കോപ്പിക് തൈറോയിഡക്ടമി, അഥവാ നമ്മൾ കീ ഹോളായിട്ട് തൈറോയിഡക്ടമി ചെയ്യുന്ന കീ ഹോൾ തൈറോയിഡക്ടമി എന്ന് പറയും, അല്ലെങ്കിൽ സ്കാർലെസ് തൈറോയിഡക്ടമി എന്ന് പറയും. അപ്പം ഈവൻ ചില പേഷ്യൻസൊക്കെ ഉണ്ട്, നമ്മൾ യങ് പേഷ്യൻറ്റ്, പ്രത്യേകിച്ച് ഫീമെയിൽ യങ് പേഷ്യൻസ് തൈറോയിഡ് സ്വെല്ലിംഗ് ആയിട്ട് വരുമ്പോൾ അവരുടെ മെയിൻ കൺസേൺ ഈ മുഴ എടുത്ത് കളയുമ്പോൾ കഴുത്തിലെ പാടുകളാണ്. കഴുത്തിലെ പാടുകൾ കിടക്കുന്നത് അവർക്ക് വിഷമമായിരിക്കും. അതുപോലെ തന്നെ സൗണ്ട് വ്യത്യാസം വരുമോ എന്നൊക്കെ ഡൗട്ട്. അതൊക്കെ കൊണ്ട് സർജറി ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു രീതിയിൽ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ടിരുന്നിട്ട് വിഷമിച്ച് ട്യൂമറായിട്ട് പിന്നീട് സർജറി ചെയ്യാണ്ട് വഴിയില്ലാതെ ലാസ്റ്റ് വന്ന് ചെയ്യുന്ന പേഷ്യൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ സാധാരണ പറയും യങ് പേഷ്യൻറ്റ്, ഫീമെയിൽസ്, അതുപോലെ തന്നെ സ്കാർ വലിയ തൈറോയിഡ് സ്കാർ എവിഡൻ്റ് ആയിട്ടുള്ള നെക്ക്, ചിലർക്ക് ഭയങ്കര ഫെയർ സ്കിൻ വരുമ്പോൾ സ്കാർ വന്നാൽ ഭയങ്കര എവിഡൻ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു നെക്കുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കൊക്കെ നമുക്ക് തൈറോയിഡിനെ നമുക്ക് എൻഡോസ്കോപ്പിയോടെ അല്ലെങ്കിൽ കീ ഹോളിലൂടെ തൈറോയിഡ് മാറ്റുവാൻ കഴിയും. അതിന് പല ടെക്നിക്സ് ഉണ്ട്. നമ്മൾ കക്ഷത്ത് ഒരു ചെറിയ മുറിവുണ്ടാക്കി കഴുത്തിൽ ചെന്നിട്ട് നമ്മൾ തൈറോയിഡ് സർജറി ചെയ്ത് മാറ്റും. അതുകൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനകത്ത് മേജർ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സ്കാർ നമ്മുടെ ഡ്രസ്സ് ഇടുന്ന ഒരു പോർഷനിൽ അതിൻ്റെ മുറിവിൻ്റെ സ്കാറോ അല്ലെങ്കിൽ മുറിവിൻ്റെ ഒരു മാർക്കോ ഒന്നും കാണത്തില്ല. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കാണുന്നതിനെക്കാട്ടി മാഗ്നിഫൈഡ് ആയിട്ടായിരിക്കും നമ്മൾ കീ ഹോളിൽ അല്ലെങ്കിൽ റോബോട്ടിൽ നമ്മളിത് ഈ തൈറോയിഡിനെ കാണുന്നത്. അപ്പോൾ ആ ഒരു മാഗ്നിഫിക്കേഷനിൽ നമുക്ക് നരമ്പുകൾ, തൈറോയിഡിൽ സാധാരണ സൗണ്ട് പോകുന്ന വിഷമം, അല്ലെങ്കിൽ പാരാതൈറോയിഡ് ഗ്രന്ഥി, നമ്മുടെ കാൽസ്യം കുറയുന്നൊരു ബുദ്ധിമുട്ട്, ഇതിനെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ മാഗ്നിഫൈഡ് ആയിട്ട് കണ്ടതിന് ശേഷം ഇതിനെ നമുക്ക് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടുതലായിട്ട് നമുക്ക് ലാപ്രോസ്കോപ്പി അഥവാ എൻഡോസ്കോപ്പിക് തൈറോയിഡക്ടമിയിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പം സ്കാർ പേടിച്ചിട്ട് നമ്മളൊരു അസുഖത്തെ, നമ്മൾ തൈറോയിഡിനെ മാറ്റാൻ പറയുന്ന ഒരു അസുഖം വരുമ്പോഴാണ്, എല്ലാവർക്കും തൈറോയിഡ് ഉണ്ട്. സാധാരണ തൈറോയിഡിൻ്റെ ഹോർമോൺസ് ആവശ്യം വരുന്നത് സ്ത്രീകൾക്കാണ്. പുരുഷന്മാർക്കും തൈറോയിഡ് ഗ്രന്ഥിയുണ്ട്. രണ്ടുപേരുടെയും വെച്ചിട്ട് നമുക്ക് സ്ത്രീകളിലായിരിക്കും കൂടുതൽ തടിപ്പോ അല്ലെങ്കിൽ ക്യാൻസർ മുഴകളോ വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈവൻ ക്യാൻസർ മുഴകളാണെങ്കിൽ നമുക്ക് കീ ഹോൾ വഴി അല്ല എൻഡോസ്കോപ്പി വഴി നമുക്ക് തൈറോയിഡിനെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും. അതുകൊണ്ട് കുറച്ച് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിത് സ്കാർ അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈവൻ നമുക്ക് കഴുത്തിലെ കഴലുകൾ അതിൻ്റെ കൂടെ മാറ്റാൻ കഴിയും. അതുപോലെ നമ്മൾ നരമ്പുകൾ കാണുന്നത് കുറച്ചുകൂടെ മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ കഴിയും. നമുക്ക് പാരാതൈറോയിഡ് ഗ്രന്ഥി സേവ് ചെയ്യാനായിട്ട് നമ്മൾ 4 പാരാതൈറോയിഡ് ഗ്രന്ഥിയുണ്ട്. തൈറോയിഡിന് ചുറ്റിനുമുള്ള ഗ്രന്ഥികൾ, അത് കാൽസ്യം പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഗ്രന്ഥികൾ. അപ്പോൾ അതിനെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേ, മറ്റേതുപോലെ വലിയ മുറിവ് ഉണങ്ങുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട. ബ്ലഡ് നമുക്ക് ഒരുപാട് സാധാരണ തൈറോയിഡ് സർജറിക്ക് ബ്ലഡ് കയറ്റേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഒഴിവായി കിട്ടും. അങ്ങനെ പല ഗുണങ്ങളാണ് നമ്മൾ തൈറോയിഡ് സർജറിയിൽ, എൻഡോസ്കോപ്പിക് തൈറോയിഡ് സർജറിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അത് സ്പെസിഫിക് ആയിട്ട് പറയാനാണെങ്കിൽ സ്കാർലെസ് തൈറോയിഡ് സർജറിയെക്കുറിച്ചുള്ള ഗുണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കേട്ടത്.